സായാഞ്ജലി ഭാഗം 8. ചേച്ചി കുളിക്കുന്നില്ലേ? മഹിമ മുടി തോർത്തിക്കൊണ്ട് ചോദിച്ചു. ആ ഉണ്ട്, അനുരാധ പരുങ്ങലോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് മഹിമ കേട്ടിട്ടുണ്ടാവുമോ എന്നൊരു ഭയം അനുരാധയ്ക്കുണ്ടായിരുന്നു. ചേച്ചി, ടവൽ ബാത്റൂമിൽ തന്നെ ഉണ്ട്. ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സ് കിട്ടിയോ? ഇല്ല, ഞാൻ ഇന്നെടുത്ത ഫോട്ടോസൊക്കെ നോക്കുകയായിരുന്നു. ചേച്ചിയുടെ ഫോണിലെടുത്ത ഫോട്ടോസെല്ലാം എനിക്ക് അയച്ചതായോ? എന്നിട്ട് വേണം സ്റ്റാറ്റസ് വയ്ക്കാൻ. അനുരാധയുടെ ഫോണിലെടുത്ത ഫോട്ടോസെല്ലാം മഹിമയ്ക്ക് അയച്ചു കൊടുത്തതിനു ശേഷം മഹിമയുടെ കബോർഡിൽ നിന്നും ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്ത് അനുരാധ കുളിക്കാൻ പോയി. സായിയോടൊപ്പമുള്ള രസകരമായ നിമിഷങ്ങൾ ഷവറിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് മഹിമ ഓർത്തു. സായി ബെഡിൽ അവൻ്റെ പൂക്കാരിയെക്കുറിച്ച് ചിന്തിച്ച് കിടന്നു. ഇനി തന്നെ വെറുമൊരു കോഴിയായിട്ടായിരിക്കുമോ കാണുന്നത്? അങ്ങനെ കാണാൻ സാധ്യതയില്ല. ഞാനങ്ങനെ കോഴിത്തരമൊന്നും കാണിച്ചിട്ടില്ലല്ലോ. ഇഷ്ടമാണെന്ന് അങ്ങോട്ട് പറഞ്ഞാലോ? അത് വേണ്ട. പെട്ടെന്ന് ഞാൻ ഇഷ്ടം പറഞ്ഞാൽ എന്തായാലും ആ കുട്ടി ഇഷ്ടമല്ല എന്നേ പറയൂ. അമ്മയോട് പറഞ്ഞ് നേരെ പോയി പെണ്ണാലോചിക്കാം, അതല്ലേ മാന്യത. അത് വേണ്ട, അപ്പോൾ ഈ ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ വേണ്ട, നാളെ തന്നെ പറയാം. ഇനി ഞാൻ സമയവും മുഹൂർത്തവും ഒക്കെ നോക്കി നിന്നാൽ ചിലപ്പോൾ വേറെ വല്ല ചെക്കനും വന്ന് കെട്ടിക്കൊണ്ടു പോയാലോ. കാര്യങ്ങൾ സേഫാക്കി വെക്കുന്നതാണ് നല്ലത് എന്നെല്ലാം സായി സ്വയം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഒടുവിൽ ഒട്ടും വൈകിക്കാതെ നാളെ തന്നെ പറയാം എന്ന് സായി തീരുമാനിച്ചു. നാളെ തൻ്റെ ഇഷ്ടം അവളോട് എങ്ങനെ പറയണമെന്ന് ആലോചിച്ച് സായി കിടന്നു. അപ്പോഴാണ് സായിയുടെ ഫോൺ റിങ് ചെയ്തത്. സായി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അനുരാധയായിരുന്നു. സായി കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ അനുരാധ. ഹലോ സായ്, നീ നാളെ ജോഗിങ്ങിന് പോകുമ്പോൾ ഞാനുമുണ്ട്. എത്ര മണിക്കാണ് നീ പോവുക? ഞാനത് പറയാൻ വിട്ടുപോയി. മോർണിംഗ് 5 o'clock. ഓക്കെ. ഗുഡ് നൈറ്റ് സായ്. ഗുഡ് നൈറ്റ്. പിറ്റേന്ന് രാവിലെ 5 മണിയായപ്പോൾ ജോഗിങ്ങിന് റെഡിയായി സായ് അടുക്കളയിൽ വന്ന് ലെമൺ ടീ കുടിക്കുമ്പോൾ അനുരാധയും അവിടേക്ക് വന്നു. ഗുഡ് മോർണിംഗ് സായ്. ഗുഡ് മോർണിംഗ് അനുരാധ, സായ് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. മോൾക്ക് വേണോ ലെമൺ ടീ? സുമലത ചോദിച്ചു. വേണ്ട ആൻറ്റി, ഞാൻ വെള്ളം കുടിച്ചു. മോളെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് മുരളിയും അങ്ങോട്ട് വന്നു. ഗുഡ് മോർണിംഗ് അങ്കിൾ. എന്നാൽ ഞങ്ങൾ ജോഗിങ്ങിന് പോയിട്ട് വരാം, സായ് പറഞ്ഞു. ജോഗിങ്ങിനിടെ അവർ ബിസിനസ്സിനെ പറ്റി സംസാരിച്ചു. യു ആർ എ വെരി ക്രിയേറ്റീവ് ബിസിനസ്മാൻ. തൻ്റെ ബിസിനസ് ഐഡിയകളെല്ലാം സൂപ്പറാണ്. എവിടെ ചെയ്താലാണ് സക്സസ് ആവുക എന്ന് സായ്ക്ക് നന്നായി അറിയുന്നുണ്ട്. നിനക്ക് സയൻറ്റിസ്റ്റിനേക്കാൾ ചേരുന്ന മേഖല ബിസിനസ് തന്നെയാണ്. അനുരാധ പറയുന്നത് കേട്ട് സായ് ചിരിച്ചു. എൻ്റെ മനസ്സിലെ സയൻറ്റിസ്റ്റ് ആവാനുള്ള ആഗ്രഹം ഞാൻ അങ്ങനെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. എന്തെല്ലാം പരീക്ഷണങ്ങളാണെന്നോ ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു ഏരിയ തന്നെ ഓഫീസിൽ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്, സായ് ഗമയോടെ പറഞ്ഞു. ഈശ്വര, ഇനി വല്ല റോക്കറ്റും പോകുന്നത് കണ്ടാൽ നീ അയച്ചതാണെന്ന് കരുതാലേ. അനു, വേണ്ട, എന്നിലെ സയൻറ്റിസ്റ്റിനെ കളിയാക്കണ്ട. നീ നോക്കിക്കോ, ഒരിക്കൽ ഞാനൊരു അറിയപ്പെടുന്ന സയൻറ്റിസ്റ്റ് ആവുക തന്നെ ചെയ്യും. മനു അങ്കിളിലെ മമ്മൂട്ടിയെ പോലെയാണോ? നീ എന്നെ തളർത്താനായിട്ട് ഇറങ്ങിത്തിരിച്ച പോലെ ഉണ്ടല്ലോ, സായ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അനുരാധയും കൂടെ ചിരിച്ചു. തൻ്റെ മനസ്സിലെ ബിസിനസ് പ്ലാൻ എന്താടോ? സായ് ചോദിച്ചു. ഇന്റീരിയലാണ് എൻ്റെ മനസ്സിലെ കൺസെപ്റ്റ്. ഒരു വീട് കെട്ടി എന്നെ ഏൽപ്പിച്ചാൽ അതിൻ്റെ ഓവറോൾ ഇവൻറ്റ്, ബെഡ്ഷീറ്റ്, കർട്ടൻ പോലും നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ. വാവ്, ഗ്രേറ്റ്. അനുരാധ പഠിച്ചതും ഈ കോഴ്സ് തന്നെയല്ലേ? അതെ. എങ്കിൽ നമ്മുടെ വില്ലകളുടെ എല്ലാ വർക്കിലും ഞാൻ അനുരാധയെ ഇൻറ്റീരിയർ ഡിസൈനറായി ഫിക്സ് ചെയ്തിരിക്കുന്നു. സായ്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഒരു തുടക്കം പോലും ഇല്ലാത്ത എന്നെ ഫിക്സ് ചെയ്യാനോ? നീ ഒന്നുകൂടി ആലോചിച്ചിട്ടൊക്കെ മതി. എനിക്ക് തന്നെ വിശ്വാസമുണ്ട്. നമുക്ക് നോക്കാമെന്നേ. താൻ എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമാവാൻ ഒരുങ്ങിയിരുന്നോളൂ, സായ് പറഞ്ഞത് കേട്ട് അനുരാധ ആവേശഭരിതയായി സായിയെ നോക്കി. നോക്കണ്ട, ഞാൻ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. താങ്ക് യു സോ മച്ച് സായ്. യു ഹാവ് സച്ച് എ കോൺഫിഡൻസ് ഇൻ മീ. സായ് അനുരാധയെ നോക്കി പുഞ്ചിരിച്ചു. ജോഗിങ് കഴിഞ്ഞ് വന്ന് സായ് കോഫി കുടിച്ചതിന് ശേഷം കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് വന്ന് സായ് ഇന്നലെ മഹിമ വാങ്ങിച്ചു കൊടുത്ത കരിനീലയിൽ പീച്ച് കളർ ഡോട്ടോട് കൂടിയ ഷർട്ടും ഓഫ് വൈറ്റ് പാൻറ്റും എടുത്തിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നു. നൈസ്.
അവൾക്ക് ചേരുന്ന ഡ്രസ്സ് എടുക്കാൻ അറിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കാൻ മഹി ബെസ്റ്റാ. സായ് ഫോമൽ എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ ഒരുങ്ങി താഴേക്ക് വന്നു. പതിവ് പോലെ അച്ചമ്മയിൽ നിന്നും കൈനീട്ടം വാങ്ങിച്ചുകൊണ്ട് സായ് ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ഹാളിലേക്ക് വന്നു. അമ്മേ, ഇതാ ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സാണ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? മഹിമ സുമലതയോട് ചോദിച്ചു. നന്നായിട്ടുണ്ട്. നിനക്ക് നന്നായി ചേരുന്നുണ്ട് മോനെ, സുമലത സായിയുടെ ഷർട്ട് തൊട്ടു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇന്ന് ഏട്ടൻ്റെ ഫേവറേറ്റ് സ്റ്റൂവും ഇടിയപ്പവുമാണ്, മഹിമ പറഞ്ഞു. ആഹാ, താങ്ക് യു അമ്മ, സായി പറഞ്ഞു. അപ്പോഴേക്കും അനുരാധയും ഭക്ഷണം കഴിക്കാനായി അവിടേക്ക് എത്തി. ഇതിന്നലെ മഹി സെലക്ട് ചെയ്ത ഷർട്ടാണോ? അനുരാധ ചോദിച്ചു. അതെ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? സായി ചോദിച്ചു. നൈസ്. ഇന്ന് സായിയുടെ ഓഫീസിലെ പെൺകുട്ടികളുടെ ശ്രദ്ധ മുഴുവൻ ഓഫീസ് വർക്കിലായിരിക്കില്ല, സായി ആയിരിക്കും. അനുരാധ പറയുന്നത് കേട്ട് അവർ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ഏത് പെൺകുട്ടി നിന്നെ നോക്കിയാലും നീ എൻ്റേത് മാത്രമാണ് സായി. സായിയെ നോക്കി നിന്നുകൊണ്ട് അനുരാധ മനസ്സിൽ പറഞ്ഞു. മോൾ ഭയങ്കര ഫണ്ണിയാണല്ലോ, മുരളി പറഞ്ഞു. ഓ, താങ്ക് യു അങ്കിളെ. പിന്നെ സായ്, ഇന്ന് 10 മണിക്കാണ് ശേഖറായിട്ടുള്ള മീറ്റിംഗ്. നീ പോകുമോ അതോ ഞാൻ പോകണോ? അത് ഞാൻ നോക്കിക്കോളാം അച്ഛാ. അച്ഛനായി എൻജിനീയർ സ്റ്റാലിനെ പോയി കാണണം. നമ്മുടെ പുതിയ പ്രൊജക്റ്റിൻ്റെ കാര്യം അച്ഛനും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, സായ് പറഞ്ഞു. ഗോപി, നമുക്കിന്ന് 10 മണിക്ക് സായ് ഗ്രൂപ്പിൻ്റെ പുതിയ പ്രൊജക്റ്റ് കാണാൻ പോകാം. സായ് ഗ്രൂപ്പിൻ്റെ പുതിയ പ്രൊജക്റ്റ് കാണാൻ പോകാം. ഓ ഷുവർ, ഗോപി പറഞ്ഞു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കണ്ണെടുക്കാതെ അനുരാധ സായിയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സായ് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി. സായ് നേരെ പൂ മാർക്കറ്റിലേക്ക് ചെന്നു. ഇന്നലെ രാത്രിയിലെടുത്ത ധൈര്യമൊന്നും സായിക്ക് ഇന്നില്ലായിരുന്നു. ആ പെൺകുട്ടിയുടെ കടയെത്തും തോറും സായിയുടെ ഹൃദയമിടിപ്പ് കൂടി. ഇന്ന് തന്നെ പറയണോ? പറഞ്ഞാൽ അവൾ എങ്ങനെയായിരിക്കും തന്നോട് റിയാക്ട് ചെയ്യുക എന്നോർത്ത് സായിക്ക് ആകുലതയായി. എങ്കിലും സകല ധൈര്യവും സംഭരിച്ചുകൊണ്ട് സായ് അവളുടെ കടയിലെത്തി. വെള്ളധാവണിയിൽ മനോഹരിയായി നിൽക്കുന്ന അവളെ സായ് അത്ഭുതത്തോടെ നോക്കി. വാവ്, സ്റ്റണ്ണിങ്, സായ് മനസ്സിൽ പറഞ്ഞു. സായിയുടെ നോട്ടത്തിൽ അവളും കുടുങ്ങിപ്പോയി. അവരുടെ കണ്ണുകൾ പരസ്പരം കോർത്തു. ഇമകൾ വെട്ടാതെ അവർ ഒരു നിമിഷം തരിച്ചു നിന്നു. പെട്ടെന്ന് അവൾ അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണെടുത്തു. ഹലോ, പൂക്കൾ വേണ്ടേ? അവൾ ചോദിച്ചു. വേണം. ഈ റോസിൻ്റെ ബൊക്ക. ഏറ്റവും മനോഹരമായി ചുവന്ന റോസുകൾ കൊണ്ട് അലങ്കരിച്ചു വെച്ച ബൊക്കയിലേക്ക് ചൂണ്ടി സായ് പറഞ്ഞു. സായ് ഒരു പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കി നിന്നു. അവനെ ശ്രദ്ധിക്കാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചെങ്കിലും അവനിലേക്ക് തന്നെ അവൾ വീണ്ടും നോക്കിപ്പോയി. തൻ്റെ കണ്ണുകളെ ആകർഷിപ്പിക്കാൻ കഴിയുന്ന എന്തോ ഒരു കാന്തിക ശക്തി അവൻ്റെ കണ്ണുകൾക്കുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൾ വേഗം ആ ബൊക്ക എടുത്തു കൊടുത്ത് അവനെ പറഞ്ഞയക്കാൻ ധൃതി കാണിച്ചു. അല്ലെങ്കിൽ താൻ അവനിൽ കുടുങ്ങിപ്പോകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പിന്നെ കദംബത്തിൻ്റെ മാലയുണ്ടോ? കദംബത്തിൻ്റെ പൂവുണ്ട്, കെട്ടിത്തീർന്നിട്ടില്ല, അവൾ വെപ്രാളത്തോടെ പറഞ്ഞു. തൻ്റെ മനസ്സെന്താ ഇങ്ങനെ പതറുന്നത്? എൻ്റെ ധൈര്യമൊക്കെ എവിടെ പോയി? ഈശ്വരാ, എനിക്ക് എന്തു പറ്റി? മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊന്നും തോന്നിക്കരുതേ, അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു. ഇറ്റ്സ് ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. എനിക്കൊരു 5 മുഴം മതി, സായ് പറഞ്ഞു. ഓ, എങ്കിലൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഞാൻ കെട്ടിത്തരാം. അത് കേട്ടപ്പോൾ സായ്ക്ക് സന്തോഷമായി. അത്രയും ടൈം തനിക്ക് അവളെ കണ്ടുകൊണ്ട് നിൽക്കാലോ എന്ന് അവൻ ചിന്തിച്ചു. പതുക്കെ മതി, എനിക്ക് ധൃതിയില്ല. ഓ, പക്ഷേ എനിക്ക് ധൃതിയുണ്ട്, അവൾ പറഞ്ഞു. ശരി മാഡം, സായ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പൂമാല കോർക്കുന്നത് സായ് നോക്കി നിന്നു. അവൻ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട്, താൻ എന്തിനാടോ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ തന്നെയാണ് നോക്കുന്നതെന്ന് നീ എങ്ങനെ കണ്ടു? ഞാൻ നീ പൂമാല കോർക്കുന്നതല്ലേ നോക്കിയത്? ആഹാ, എന്ത് മനോഹരമായ കോർക്കുന്നത്! അത് നോക്കിയത് ഇത്രയും വലിയ തെറ്റാണോ? അവൾ ധൃതിയിൽ പൂമാല കെട്ടി. ആ ബൊക്കയും പൂമാലയും സായ്ക്ക് കൊടുത്തു. 1500 രൂപ, അവൾ പറഞ്ഞു. ഓക്കെ. സായ് പേഴ്സിൽ നിന്നും 1500 രൂപയെടുത്ത് അവൾക്ക് കൊടുത്തു. അവൾ പൈസ വാങ്ങുന്നതിനിടയിൽ, അഞ്ജലി, ഐ ലവ് യു. വളരെയേറെ
പ്രണയഭരിതനായി സായ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു.